അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടത്തപ്പെട്ട് വരുന്ന ഫളീല പെൺകുട്ടികൾക്കുള്ള കോഴ്സുകളിൽ ഫാദില കോഴ്സിലെ 2ാം വർഷ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട താരീഖ് പാഠപുസ്തകമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് അധ്യാപനം ആ അർത്ഥത്തിൽ ആകാൻ വേണ്ടിയാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇതിൻ്റെ 1ാം ഭാഗം ഫാദില 1ാം വർഷത്തിൽ നാം പഠിച്ചതും പഠിപ്പിക്കുന്നതും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രത്തിൽ മക്ക മുതൽ നബിയുടെ ഹിജ്റ വരെയുള്ള ഭാഗങ്ങളാണ്. ഈ പാഠപുസ്തകത്തിൽ അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന ജീവിതമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു വിവരം നമ്മുടെ വിദ്യാർത്ഥിനികൾക്കുണ്ടാവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആയതുകൊണ്ട് അതിന് ആവശ്യമായ വിധത്തിൽ ഈ പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങൾ ഓരോ അധ്യാപകനും അധ്യാപികയും ശരിക്ക് പഠിച്ച് മനസ്സിലാക്കുകയും അതേസമയം അവർക്ക് ഈ കാര്യത്തിൽ കൂടുതൽ മാനസികമായ ഒരു ഉറപ്പ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായും ഇത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സന്ദേഹങ്ങളുണ്ടാകും, ചില ക്ലാരിഫിക്കേഷൻ ആവശ്യമായ സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് അതൊക്കെ തന്നെയും റഫറൻസുകൾ ഉപയോഗപ്പെടുത്തിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ആശയം മനസ്സിൽ തയ്യാറാക്കിക്കൊണ്ടായിരിക്കണം ഓരോ അധ്യാപകനും ഓരോ അധ്യാപികയും ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് കേവലം നമ്മുടെ വിദ്യാർത്ഥിനികളെ നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറാക്കുക എന്ന അർത്ഥത്തിൽ മാത്രം കാണാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അത് നമ്മുടെ ഷഹാദത്തിൻ്റെ അർദ്ധാംശമാണ്. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൻ്റെ തെളിമയും അതിൻ്റെ ട്രാൻസ്പെറൻസിയും അതിൻ്റെ ഇന്നസെൻസും അതിൻ്റേതായ നിഷ്കളങ്കതയും ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുതന്നെയാണ് ചരിത്ര പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി ഒരുങ്ങിയിട്ട് പൊതുവെ ഇതൊരു പാഠപുസ്തകമാണ്. ഇതിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ മദീന ജീവിതം മുഴുവനും പറയുന്നുണ്ട്. അത് ഏകദേശം 10 വർഷമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ആ 10 വർഷം വളരെ തിരക്കിട്ട 10 വർഷങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഒരുപാട് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഈ ഇത്തരം ചെറിയൊരു പുസ്തകത്തിൽ ചേർക്കുക എന്നത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലൊരു റഫറൻസ് കണ്ടെത്തി ആ ഭാഗം ഇന്ന് പഠിപ്പിക്കാനുള്ള ഭാഗം ശരിക്കും റെഫർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. പിന്നെ ആദ്യം വായിച്ച് ഗ്രഹിച്ചതിന് ശേഷം പിന്നെ അവതരിപ്പിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എല്ലാ പാഠത്തിൻ്റെയും ശേഷം ആക്ടിവിറ്റികൾ കൊടുത്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റികൾ കൃത്യമായി നോട്ട് ബുക്കിൽ തന്നെ ചെയ്യിക്കണം. അത് പരീക്ഷയുടെ സമയത്ത് വായിച്ചാൽ മതി, ഇത് ചരിത്രമല്ലേ, ഇത് കഥയല്ലേ എന്നൊന്നും കരുതാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് അക്കാദമികമായ ഒരു അപ്രോച്ചാണ്, ഒരു സമീപനമാണ്. അതുകൊണ്ട് തന്നെ അക്കാദമികമായി തന്നെ അത് പഠിച്ചിരിക്കണം. പരീക്ഷകൾ അക്കാദമികമായിരിക്കും, വെറും ഓർമ്മയിൽ നിന്ന് എഴുതാൻ പറ്റുന്ന കഥകളായിരിക്കില്ല പരീക്ഷ എന്നുകൂടി ഈ സമയം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 1ാമത്തെ പാഠത്തിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ വരെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുക. അപ്പോൾ അതൊന്ന് സംക്ഷിപ്തമായി പറഞ്ഞു കൊടുക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ AD 571 മക്കയിൽ ജനിച്ചു. ജനിക്കുന്നതിന് മുമ്പേ നബിയുടെ പിതാവ് അബ്ദുള്ള എന്നവർ വഫാത്തായി. 6ാം വയസ്സിൽ മാതാവ് ആമിന ബീവി വഫാത്തായി. 8ാം വയസ്സിൽ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് വഫാത്തായി. പിന്നെ നബിയെ സംരക്ഷിച്ചതും രക്ഷാകർത്താവായി വർത്തിച്ചതും അബൂ ത്വാലിബ് എന്ന നബിയുടെ പിതൃവ്യനായിരുന്നു.
12-ാം വയസ്സിൽ പിതൃവ്യനോടൊപ്പം ഷാമിലേക്ക് കച്ചവട യാത്രയിൽ പോവുകയുണ്ടായി. 25-ാം വയസ്സിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തു. 35-ാമത്തെ വയസ്സിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളുടെ നേതൃത്വത്തിൽ നടന്ന കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ പങ്കെടുത്തു. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചു. പിന്നെ 45-ാമത്തെ വയസ്സിൽ തൻ്റെ അനുയായികളെ അബിസീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജറ പോകാൻ നിർദ്ദേശിച്ചു. പിന്നെ 50-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ പിതൃവ്യനും ഖദീജ ബീവി, തൻ്റെ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും രണ്ടുപേരും മരണപ്പെട്ടു പോയി. അത് ദുഃഖ വർഷമാണ്. അതിനുശേഷം പിന്നെ ഒന്നാം അഖബ ഉടമ്പടി ഉണ്ടായി. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫ് യാത്ര നടത്തുകയുണ്ടായി. തായിഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഒന്നാമത്തെ അഖബ ഉടമ്പടി ഉണ്ടായത്. അത് ഹിജറ 12-ലായിരുന്നു. നുബുവത്തിൻ്റെ 12-ാം വർഷത്തിലായിരുന്നു. പിന്നെ നുബുവത്തിൻ്റെ 13-ാം വർഷത്തിൽ രണ്ടാം അഖബ ഉടമ്പടിയും ഉണ്ടായി. അതിനെ തുടർന്നാണ് മദീനയിലേക്ക് ഉള്ള പലായനത്തിൻ്റെ ഹിജറയുടെ സാഹചര്യം ഒരുങ്ങുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പാഠപുസ്തകം ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണമെങ്കിൽ നോട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത്. പിന്നെ ഒന്നാമത്തെ പാഠത്തിൽ മദീനയുടെ ലൊക്കേഷൻ പറയുന്നുണ്ട്. മാത്രമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്ന ഉടനെ എന്തെല്ലാമാണ് ഒരു സമൂഹത്തെ ഉണ്ടാക്കുകയാണ് നബിയുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നബി അവിടെ ചെന്ന ഉടനെ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പള്ളി ഉണ്ടാക്കി, അൻസാറുകളെയും മുഹാജിറുകളെയും സഹോദരങ്ങളാക്കി മാറ്റി. പിന്നെ യഹൂദികളുമായിട്ട് കരാറിൽ ഏർപ്പെടുത്തു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ സാമൂഹികമായും രാഷ്ട്രീയപരമായും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളാണ്. അതൊക്കെ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശദമായി പറയുന്നില്ല, ചെറിയ പാഠപുസ്തകമാണ്. അതുകൊണ്ട് ആ ഭാഗം റെഫർ ചെയ്ത് ആ അർത്ഥത്തിൽ തന്നെ പഠിപ്പിക്കണം. ഒപ്പം മസ്ജിദുൻ നബവി, അന്നത്തെയും ഇന്നത്തെയും മസ്ജിദുൻ നബവി, അതിൻ്റെ അളവുകൾ, അതിൻ്റെ ദിക്കുകൾ, ദിശകൾ, വാതിലുകൾ, ജനവാതിലുകൾ തുടങ്ങിയതെല്ലാം പഠിപ്പിക്കണം. അതോടൊപ്പം നബിയെ എതിരേറ്റുകൊണ്ട് അവർ പാടിയ ത്വലഅൽ ബദറു എന്ന കാവ്യം ഈ പാഠത്തിൽ വരുന്നുണ്ട്. അത് വളരെ മനോഹരമായ ഈരടികളിൽ, വേണമെങ്കിൽ പുതിയ രീതികളൊക്കെ പരീക്ഷിച്ചു കൊണ്ടെന്നോണം കുട്ടികളെ പഠിപ്പിക്കുവാൻ കൂടി ശ്രമിക്കേണ്ടത് ആവശ്യമാണ് ഒന്നാമത്തെ പാഠത്തിൽ. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ മദീനയിലെത്തി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കാൽ ചവിട്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രബോധന ശ്രമങ്ങൾ തുടങ്ങുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. പ്രബോധനവുമുണ്ട്, മദീന ജീവിതത്തിൽ പ്രതിരോധവുമുണ്ട്. മക്ക ജീവിതത്തിൽ പ്രതിരോധം ഉണ്ടായിരുന്നില്ല. മക്ക ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞിരുന്നത് നബിയെ താങ്കൾ ക്ഷമിക്കുക എന്നായിരുന്നു. ഉമ്മത്തിനോടും പറഞ്ഞിരുന്നത് നിങ്ങൾ ക്ഷമിക്കുക എന്നായിരുന്നു. ആരെന്ത് ചെയ്താലും ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ പ്രതികരിക്കരുത്, നിങ്ങൾ ക്ഷമിക്കുക എന്നായിരുന്നു. പക്ഷേ മദീന ജീവിതത്തിലെത്തുമ്പോൾ ആ അവസ്ഥ മാറുകയും അത് പ്രതിരോധത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. ഹിജറ 2-ാം വർഷത്തിലായിരുന്നു പ്രതിരോധിക്കാനുള്ള അനുമതി, യുദ്ധത്തിനുള്ള അനുമതി കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ ഈ സമയത്താണ് ഖിബില മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഖിബില എന്ന ആശയം അത് ആദ്യം എവിടേക്കായിരുന്നു, പിന്നെ എവിടേക്കായിരുന്നു, എന്തുകൊണ്ടത് മാറി, ആ മാറിയത് ആരെയെല്ലാം എങ്ങനെയെല്ലാം സ്വാധീനിച്ചു, ഇതെല്ലാം ഖിബില എന്ന വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധത്തിൻ്റെ അനുമതിയുടെ കാര്യം, തുടർന്ന് ഉണ്ടായ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധമാണ്. അതൊക്കെ ഈ പാഠത്തിലാണ് പറയുന്നത്. അതിൻ്റെ കണക്കുകളൊക്കെ തന്നെയും വിദ്യാർത്ഥിനികളെ നന്നായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ അതിൻ്റോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമുക്കിത് ആദർശ പഠനം കൂടിയാണ്. നമ്മുടെ മേൽ അല്ലെങ്കിൽ നമ്മുടെ നേരെ വരുന്ന കൂരമ്പുകളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഈ അധ്യാപനം തീർച്ചയായും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു നിരന്തരമായ യുദ്ധങ്ങളുടെ അല്ലെങ്കിൽ യുദ്ധവെറിയന്മാരുടെ ഒരു മതമാണ് എന്ന ഒരു ഭൗതിക ലോകത്തിൻ്റെ ഒരു തെറ്റായ പ്രചരണമുണ്ട്. അതിന് മറുപടി നമ്മൾ കണ്ടെത്തണം. ലോകത്ത് നടന്ന യുദ്ധങ്ങൾ, 1-ാം ലോക യുദ്ധം, 2-ാം ലോക യുദ്ധം തുടങ്ങി ഇപ്പോൾ യുക്രൈൻ യുദ്ധം വരെയുള്ള യുദ്ധങ്ങൾ, അതിലൊക്കെ മരിച്ചു വീഴുന്ന ആൾക്കാരുടെ എണ്ണം, എന്നാൽ നബിയുടെ കാലത്തുണ്ടായ ആകെ യുദ്ധങ്ങളുടെ എണ്ണം,
അതിൽ ആകെ വഫാത്തായ ഷഹീദായ ആൾക്കാരുടെ അല്ലെങ്കിൽ മരിച്ചവരുടെ എണ്ണം, ഇതൊക്കെ തന്നെയും പഠിക്കുകയും ഇതെല്ലാം ആ ഒരു അർത്ഥത്തിൽ ആ ഒരു വികാരത്തോടു കൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം മദീനയിലെ ജീവിത സാഹചര്യം, സാമൂഹ്യ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ, അതെല്ലാം ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം ശരിക്കും നന്നായി പഠിച്ച് ഇതിൽ സ്വാഭാവികമായും സൂചനകളാണ് അധികം ഉണ്ടാവുക. ആ സൂചനകളെ റെഫറൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലുതാക്കിക്കൊണ്ടാണ് അവതരിപ്പിക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ബദർ യുദ്ധത്തിൻ്റെ വിജയത്തോടു കൂടെയാണ്. പക്ഷേ ബദർ യുദ്ധത്തിൽ ഐതിഹാസികമായ ഒരു വിജയം ഉണ്ടായത്. ആയുധം പോലും വേണ്ടി വന്നില്ല വിജയിക്കാൻ. അത് വലിയൊരു സംഭവമായിരുന്നു. പക്ഷേ അങ്ങനെ അള്ളാഹു എപ്പോഴും, നമ്മൾ ആയുധമൊന്നും എടുക്കേണ്ട, അള്ളാഹു നമ്മെ എപ്പോഴും സഹായിക്കും എന്ന് കരുതി നമ്മൾ നിൽക്കാനും പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ആ പാഠം നമ്മെ ആദ്യമായി പഠിപ്പിക്കുന്നത് ഉഹദ് യുദ്ധമാണ്. അതുകൊണ്ട് ഉഹദ് യുദ്ധം, അതുണ്ടായ സാഹചര്യം, അതിലുണ്ടായ വിജയ പരാജയങ്ങൾ, അതിൻ്റെ അനന്തര കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ പഠിക്കണം. മാത്രമല്ല ഉഹദ് യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു പാഠം കൂടിയാണ്. ഉഹദ് യുദ്ധം എന്ന് പറയുന്നത് നേതൃത്വത്തെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് തെളിയിക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതേ പാഠത്തിൽ തന്നെ ഖന്തക് യുദ്ധം വരുന്നുണ്ട്. ഏറ്റവും വലിയ, അതായത് 10,000-ഓളം വരുന്ന ശത്രുക്കളാണ്. അത്രയും വലിയ ശത്രുക്കൾ ഖുറൈശികളുടെ നേതൃത്വത്തിൽ ഒരിക്കലും ഇസ്ലാമിനെ ആക്രമിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിടങ്ങൊക്കെ കുഴിക്കേണ്ടി വന്നത്. കിടങ്ങിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ നീളം, അതിൻ്റെ ആഴം, അതിൻ്റെ വലുപ്പം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രസക്തി, സാങ്കത്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രമല്ല, അവിടെ വേറെ കാര്യം കൂടി നടക്കുന്നുണ്ട്. ഖന്തക് യുദ്ധത്തോടുകൂടെ ഖുറൈശികളുടെ ഭാഗത്തിൽ നിന്നുള്ള യുദ്ധഭീതി ഒഴിവായി. പിന്നീട് ഖുറൈശികൾ ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നില്ല. നാലാമത്തെ പാഠത്തിൽ നമ്മൾ പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയും നമ്മൾ മനസ്സിലാക്കണം. വളരെ ഹ്രസ്വമായിട്ടാണെങ്കിലും കുട്ടികളെ പരിചയപ്പെടുത്തുകയും വേണം. കാരണം മൊത്തത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു മൊത്തത്തിലുള്ളൊരു കാര്യം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. നാലാമത്തെ പാഠത്തിൽ പിന്നെ പറയുന്നത് ഹുദൈബിയ സന്ധിയും, ഹുദൈബിയ സന്ധിയുടെ അനന്തര ഫലം എന്നോണം ഉണ്ടായ മക്ക വിജയം. ഹുദൈബിയ സന്ധി ഉണ്ടായത് ഹിജ്റ 6-ാം വർഷത്തിലാണ്. അതേപോലെ തന്നെ ഹിജ്റ 8-ാം വർഷത്തിലാണ് മക്ക വിജയം ഉണ്ടായത്. ഇപ്പോൾ ഈ ഹുദൈബിയ സന്ധി വരെയുള്ള കാലമാകുമ്പോഴേക്ക് ചരിത്രത്തിൻ്റെ ഒരു കൃത്യമായ ക്രമണിക, ഒരു ക്രൊണോളജിക്കൽ ഓർഡർ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം, ഹിജ്റ 3-ാം വർഷം ഉഹദ് യുദ്ധം, ഹിജ്റ 5-ാം വർഷം അഹ്സാബ് യുദ്ധം എന്ന് ഇങ്ങനെയുള്ള കാലഗണന വെച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഹിജ്റ 6-ാം വർഷമായിരുന്നു ഹുദൈബിയ സന്ധി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായിരുന്നു. എന്തുകൊണ്ട് അത് രാഷ്ട്രീയ വിജയമായി എന്നുള്ളതൊക്കെ നമ്മൾ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മാത്രമല്ല, അത് പ്രത്യക്ഷത്തിൽ പരാജയമാണ്, അല്ലെങ്കിൽ ശത്രുവിയുടെ മുമ്പിൽ നമ്മൾ അടിയറവ് പറയുകയാണ് എന്നൊക്കെ ധരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതല്ല എന്നത് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. അതിന് ആ ഭാഗം നന്നായി അധ്യാപകന്മാർ റെഫർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഹുദൈബിയ സന്ധി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി. മക്ക വിജയം മാത്രമല്ല, മറിച്ച് ദഅവ രംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടായി. കാരണം ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഒഴുകിയത് ഹുദൈബിയ സന്ധിയിലൂടെ. അടുത്ത 10 വർഷത്തേക്ക് നാം യുദ്ധങ്ങൾ പാടില്ല എന്ന ഒരു തീരുമാനത്തിലെത്തിയതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. പിന്നെ മക്ക വിജയത്തിൻ്റെ കാരണം, എങ്ങനെയാണ് ഖുറൈശികൾ ഹുദൈബിയ സന്ധി ലംഘിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഹുദൈബിയ യാത്രയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ബൈഅത്തുർ റിദ്വാൻ. അത് വിശുദ്ധ ഖുർആനിൽ പോലും അനുസ്മരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം അതിൻ്റേതായ വികാരത്തോടെ, അതിൻ്റേതായ അനിവാര്യമായ ചരിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അധ്യാപകന്മാർ പഠിക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ 5-ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. 5-ാമത്തെ പാഠത്തിൽ ഇടയിൽ ഈ ഒരു ചരിത്രത്തിൻ്റെ സീക്വൻസിൽ നിന്ന് അകന്നുകൊണ്ടെന്നോണം വേറൊരു പാഠം പഠിക്കുന്നുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചുള്ള ഒരു പാഠമാണ് 5-ാമത്തെ പാഠം. നബിയുടെ ഭാര്യമാർ, അവരെ നബി തങ്ങൾ വിവാഹം ചെയ്ത സാഹചര്യങ്ങൾ, അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ മരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാർത്ഥിനികൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം നബിയുടെ
ഭാര്യമാർ എന്ന് പറയുമ്പോൾ നബിയുടെ ഭാര്യന്മാർ എന്ന നിലക്കല്ല, നബിയുടെ ഭാര്യമാർ പത്നിമാർ എന്ന നിലക്കല്ല നമ്മളത് കേൾക്കേണ്ടതും മനസ്സുകൊണ്ട് സ്വീകരിക്കേണ്ടതും. മറിച്ച് നമ്മളത് കേൾക്കേണ്ടതും സ്വീകരിക്കേണ്ടതും നമ്മുടെ സ്വന്തം ഉമ്മമാർ എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠം ആ അർത്ഥത്തിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. മാത്രമല്ല നബിയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഭൗതിക ലോകത്തിന് ഒരുപാട് പരാതികളുണ്ട്. ആ പരാതികൾക്കൊക്കെ തന്നെയും മറുപടി ഈ ഈ ഈ ചരിത്രങ്ങളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആ മറുപടി അറിയുന്നവരായിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ഭാര്യമാരുടെയും ചരിത്രം ഇതിലുണ്ട്. അവസാനം അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ, എല്ലാ പാഠത്തിൻ്റെയും ആക്ടിവിറ്റി വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, അതിനെ വളരെ സീരിയസ് ആയി സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അത് നമ്മുടെ ആശയങ്ങൾ കുട്ടികളിൽ എത്തിക്കാൻ വളരെ ഉപയുക്തമാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആറാമത്തെ പാഠത്തിൽ വീണ്ടും നാം ഹുദൈബിയ സന്ധിക്ക് ശേഷമുണ്ടായ മറ്റു സംഭവങ്ങളിലേക്ക് വരികയാണ്. അതിൽ ഹുദൈബിയ സന്ധിക്ക് ശേഷമുണ്ടായ മറ്റു സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മക്ക വിജയമായിരുന്നു. ഈ സമയത്ത് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഹുദൈബിയ സന്ധിയിലൂടെ അറേബ്യയിൽ മൊത്തത്തിലൊരു സമാധാനം കൈവന്നു. ആ സമാധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കിയത്. അപ്പോൾ ഗ്രാമാന്തരങ്ങളിലേക്ക് സഹാബിമാരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചു, ദീൻ പഠിപ്പിച്ചു കൊടുത്തു, ദീൻ പരിചയപ്പെടുത്തി കൊടുത്തു. അതോടൊപ്പം അന്നത്തെ ലോകത്തെ ഭരണാധികാരികൾക്ക് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദേശങ്ങൾ കൊടുത്തയച്ചു. ആ കത്തുകൾ എഴുതിയ സംഭവങ്ങളൊക്കെ ഈ ആറാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഹിജ്റ 7-ാം വർഷത്തിലാണ് ഐതിഹാസികമായ ഖൈബർ യുദ്ധം നടന്നത്. അത് ജൂതന്മാരുമായി ഉണ്ടായ അവസാന യുദ്ധമായിരുന്നു. അത് ഒരുപാട് പാഠങ്ങൾ ഉള്ളതാണ്. നന്നായി പഠിച്ച് റെഫർ ചെയ്ത് പഠിപ്പിക്കണം. ദാത്തുർ റിക്കാൾ, അത് വളരെയേറെ സഹനം വേണ്ടി വന്ന ഒരു യുദ്ധമായിരുന്നു. ഹിജ്റ 7-ൽ തന്നെ നടന്ന. ഇതെല്ലാം അതിൻ്റെ ആക്ടിവിറ്റികൾ അനുസരിച്ച് തന്നെ പഠിപ്പിക്കുവാൻ എല്ലാ അധ്യാപകന്മാരും ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ 7-ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഏഴാം പാഠത്തിൽ നമ്മൾ വീണ്ടും ഹുദൈബിയ സന്ധി പറഞ്ഞു. അതിനോടൊപ്പം മക്ക വിജയത്തിൻ്റെ ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു സൂചന പറഞ്ഞു. അത് ആ സന്ധി ലംഘിച്ച സംഭവം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഡയറക്റ്റായിട്ട് പറഞ്ഞതല്ല. എന്നാൽ മക്ക വിജയം ഡയറക്റ്റായിട്ട് പഠിപ്പിക്കുന്നത് 7-ാമത്തെ പാഠത്തിലാണ്. 4-ാമത്തെ പാഠത്തിൽ അതിൻ്റെ സൂചന മാത്രമാണ്. ഇവിടെ അതൊരു ഫത്ഹുൻ മുബീനായിരുന്നു എല്ലാ അർത്ഥത്തിലും. മക്ക വിജയം എന്ന് പറഞ്ഞാൽ കേവലം മക്ക പിടിച്ചടക്കി തിരിച്ചു പിടിച്ചു എന്നതല്ല, മറിച്ച് അതൊരു ഫത്ഹുൻ മുബീനായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദയ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നോട് അത്രമാത്രം ക്രൂരതകൾ ചെയ്ത ആൾക്കാരോട് കാണിച്ച മാപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഈ പാഠത്തിലാണ് വരുന്നത്. 8-ാമത്തെ പാഠത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വിദാ ആണ് വരുന്നത്. ഹജ്ജിൻ്റെ യാത്ര കൃത്യമായി ക്രമം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പാഠത്തിൽ ചേർത്തിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ എന്തുണ്ടായി, എന്ന് പുറപ്പെട്ടു, എന്ന് എവിടെ എത്തി, പിന്നെ എവിടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി. അപ്പോൾ അതിലൂടെ നമുക്ക് നബിയുടെ ഹജ്ജും പഠിക്കാൻ കഴിയും, ഹജ്ജിൻ്റെ ക്രമവും പഠിക്കാൻ കഴിയും. അതിൻ്റെ ആക്ടിവിറ്റികൾ കൂടി നന്നായി പഠിപ്പിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 9-ാമത്തെ പാഠത്തിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായമായ അന്ത്യയാത്ര, വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം പൂർണ്ണമായല്ലോ. ഹജ്ജിന് പോയി എന്ന് മാത്രമല്ല, ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഒരു വിടവാങ്ങുന്ന ജീവിതമായിരുന്നു നബിയുടെ എല്ലാ ചലനങ്ങളിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ചലനങ്ങൾ അത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. എന്നതിന് ശേഷം ആ വഫാത്ത് നടക്കുന്നത്, അതിലുണ്ടായ സംഭവങ്ങൾ മാത്രമല്ല, നബി വഫാത്തിനെ സമീപിച്ച ധീരമായ ഒരു രീതിയുണ്ട്. തൻ്റെ സമ്പത്ത് മുഴുവനും ദാനം ചെയ്തുകൊണ്ട്, ഖിസാസിന് വിധേയനാവാൻ തയ്യാറായിക്കൊണ്ട്, തൻ്റെ ഉപദേശങ്ങളിൽ ഒരുപാട് ആഴമുള്ള ഉപദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള കാര്യമാണ്. അത് നമ്മുടെ വിദ്യാർത്ഥിനികളുടെ മനസ്സിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പാഠം 10 ഈ
പാഠം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏതാനും രംഗങ്ങളാണ്. പിന്നെ അത് നമുക്ക് പഠിക്കാനുള്ള ഏതാനും ചരിത്രങ്ങളാണ്. പാഠം 11 ക്രമണികയാണ്. അപ്പോൾ ആ ക്രമണികയും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആ ക്രമണിക അനുസരിച്ച് തന്നെ, അതായത് ക്രമണികയിലെ ഓരോ സംഭവങ്ങളും പറയുമ്പോൾ അതാണ് എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഡാറ്റ, ഇൻഫർമേഷൻ നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം. ക്രമണിക മൊത്തത്തിൽ ഇങ്ങനെയാണ്: ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം, 3-ാം വർഷം ഉഹദ് യുദ്ധം, ഹിജ്റ 5-ാം വർഷം അഹ്സാബ് യുദ്ധം, 6-ാം വർഷം ഹുദൈബിയ സന്ധി, 7-ാം വർഷം ഖൈബർ യുദ്ധം, 8-ാം വർഷം മക്ക വിജയം, 9-ാം വർഷം തബൂക്ക് യുദ്ധം. അത് നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും 9-ാം വർഷമാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. ആമുൽ വുഫൂദ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് പല സംഘങ്ങളും ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കടന്നു വരുന്ന വർഷം കൂടിയാണത്. 10-ാം വർഷം വിടവാങ്ങൽ ഹജ്ജ്, ഹജ്ജത്തുൽ വിദാഅ്. 11-ാം വർഷം റബീഉൽ അവ്വൽ, 12-ാം തീയതി തിങ്കളാഴ്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് വിട പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അർത്ഥത്തിൽ തന്നെ അത് പറയുകയും ആ അർത്ഥത്തിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുവാൻ ഉത്സാഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യണമെന്ന് വീണ്ടും അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.